നമസ്കാരം. നമ്മളിപ്പോ ഫോൺ ചാർജ് ചെയ്യാനും വീട്ടിലെ ലൈറ്റ് ഇടാനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ടല്ലോ, വൈദ്യുതി. അത് ശരിക്കും എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വാ, നമുക്ക് വളരെ സിമ്പിളായിട്ട് അതൊന്ന് നോക്കാം. അല്ല, നമ്മളൊരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഭയങ്കര സിമ്പിളാണെന്ന് തോന്നുമല്ലേ? പക്ഷേ ആ ഒരൊറ്റ ക്ലിക്കില് കാണാൻ പറ്റാത്തൊരു പുഴ ഒഴുകി തുടങ്ങുന്ന പോലെയാണ്. ആ ഒഴുക്കിന്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് വൈദ്യുതിയെ ഒരു ഒഴുക്കായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കാം. അല്ല, പൊതുവെ എന്തിനാ സാധനങ്ങൾ ഒഴുകുന്നത്? ഇപ്പോൾ വെള്ളം അത് മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകും. ചൂടോ അത് ചൂടുള്ള സ്ഥലത്തുനിന്ന് തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഈ ഒഴുക്കുകൾക്ക് പിന്നിലൊക്കെ ഒരൊറ്റ ബേസിക് നിയമമുണ്ട്. അത് കിട്ടിയാൽ ഇലക്ട്രിസിറ്റിയുടെ രഹസ്യവും നമ്മുടെ കയ്യിലിരിക്കും. ദാ ഇങ്ങോട്ട് നോക്കിയേ. ഒരു ടാങ്ക് മുകളിലും ഒരെണ്ണം താഴെയുമായി വെച്ചാൽ വെള്ളം മുകളിൽ നിന്ന് താഴേക്കൊഴുകും. എന്താ കാരണം? സിമ്പിൾ, ഉയരത്തിലൊരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാ ചൂടിന്റെ കാര്യവും. ചൂടുള്ള ഒരു കപ്പിൽ നിന്ന് തണുപ്പുള്ള ഒന്നിലേക്ക് ചൂട് പോകും. അവിടത്തെ കാരണം താപനിലയിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നിയമം വളരെ ലളിതമാണല്ലേ? എന്തെങ്കിലും ഒഴുകണമെങ്കിൽ അവിടെ എപ്പോഴും ഒരു ഡിഫറൻസ് അഥവാ വ്യത്യാസം വേണം. അപ്പോൾ ഈ ലോജിക് വെച്ച് നോക്കുമ്പോൾ വൈദ്യുതിയുടെ കാര്യം എന്തായിരിക്കും? ഇലക്ട്രിക് ചാർജുകളെ ഇങ്ങനെ ഒഴുകാൻ പ്രേരിപ്പിക്കുന്ന ആ വ്യത്യാസം എന്തായിരിക്കും? അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വോൾട്ടേജ്. വെള്ളത്തെ താഴേക്ക് തള്ളുന്ന ആ ഉയര വ്യത്യാസം പോലെ ചാർജുകളെ മുന്നോട്ട് തള്ളുന്ന ഒരു ഇലക്ട്രിക്കൽ പ്രഷറാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോ ഈ ഇലക്ട്രിക്കൽ ഒഴുക്കില്ലേ, ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പവർ ട്രിയോ ആണ്. 3 പേരുള്ള ഒരു ഗ്യാങ്. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ ടീമിനെക്കുറിച്ച് പഠിച്ചാൽ മതി ഏത് ഇലക്ട്രിക് സർക്യൂട്ടിന്റെയും കളി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ടീമിലെ ആദ്യത്തെയാള് വോൾട്ടേജ്. ഇയാളാണ് പുഷ് അഥവാ തള്ളൽ. ഒരു പൈപ്പിലെ വെള്ളത്തിന് തള്ളുന്ന ഒരു പമ്പിന്റെ ഫോഴ്സില്ലേ, അതുപോലെയാണിത്. വോൾട്ടേജ് എത്ര കൂടുന്നോ അത്രയും ശക്തിയിലായിരിക്കും ചാർജുകളെ മുന്നോട്ട് തള്ളുന്നത്. അപ്പോ ഓർക്കുക, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ തള്ളൽ. ശരി, വോൾട്ടേജ് ഇങ്ങനെ തള്ളുമ്പോൾ എന്ത് സംഭവിക്കും? ചാർജുകൾ ഒഴുകാൻ തുടങ്ങുമല്ലേ? ആ ഒഴുക്കിനെയാണ് നമ്മൾ കറന്റ് എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഫ്ലോ. ഒരു പൈപ്പിലൂടെ ഒരു സെക്കൻഡിൽ എത്ര വെള്ളം ഒഴുകിപ്പോകുന്നു എന്ന് നോക്കുന്ന പോലെ ഒരു വയറിലൂടെ എത്ര ചാർജുകൾ ഒഴുകുന്നു എന്നതിന്റെ കണക്കാണ് കറന്റ്. ഇനി നമ്മുടെ ടീമിലെ മൂന്നാമത്തെ ആള് ഒരു വില്ലനെ പോലെയാണ്, റെസിസ്റ്റൻസ്. പേര് പോലെ തന്നെ ഇതൊരു പുഷ്ബാക്ക് ആണ്. അതായത് കറന്റിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ശക്തി. ഒരു ഇടുങ്ങിയ പൈപ്പിലൂടെ വെള്ളം പോകാൻ ബുദ്ധിമുട്ടില്ലേ? അല്ലെങ്കിൽ ഒരു സ്പീഡ് ബ്രേക്കർ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കില്ലേ? അതേ പണിയാണ് റെസിസ്റ്റൻസ് ചെയ്യുന്നത്. ഒഴുക്കിന് ഒരു ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പൊ ഈ 3 പേരും, അതായത് തള്ളൽ, ഒഴുക്ക്, തടസ്സം, ഇവര് തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? അതാണ് ഓംസ് ലോ പറയുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. തള്ളൽ, അതായത് വോൾട്ടേജ് കൂടിയാൽ ഒഴുക്ക്, അതായത് കറണ്ടും കൂടും. പക്ഷേ തടസ്സം അഥവാ റെസിസ്റ്റൻസ് കൂടിയാലോ ഒഴുക്ക് കുറയും. ഈ ഒരൊറ്റ ഫോർമുലയാണ് ഇലക്ട്രിസിറ്റിയുടെ ലോകം ഭരിക്കുന്നത്. V=I×R. ഹോ, ഈ പാവം ഇലക്ട്രോണുകളെ നോക്കിയേ. ഈ റെസിസ്റ്റൻസിന് തടസ്സമില്ലായിരുന്നെങ്കിൽ എന്ത് സ്മൂത്തായിട്ട് പോവാമായിരുന്നു അല്ലേ? സത്യത്തില് ഒരു സർക്യൂട്ടിന്റെ ഉള്ളിൽ നടക്കുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, ഈ വോൾട്ടേജും കറന്റും റെസിസ്റ്റൻസും ഒക്കെ കൊള്ളാം. പക്ഷെ ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് നമ്മുടെ കറന്റ് ബില്ലിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? അതാണ് അടുത്ത ചോദ്യം. വാ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വാട്ട്സ് മുതൽ നമ്മുടെ പോക്കറ്റ് വരെ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് ഇലക്ട്രിക് പവർ. സിമ്പിളായി പറഞ്ഞാൽ ഒരു ഉപകരണം എത്ര വേഗത്തിൽ വൈദ്യുതി കഴിക്കുന്നു എന്നതിന്റെ കണക്കാണിത്. ഒരു ബൾബ് പ്രകാശം തരുന്നു, ഒരു ഫാൻ കാറ്റ് തരുന്നു. ഈ ജോലി ചെയ്യാൻ അത് എത്ര സ്പീഡിൽ എനർജി ഉപയോഗിക്കുന്നു എന്നതിന്റെ അളവാണ് പവർ. ഇതിന്റെ യൂണിറ്റാണ് വാട്ട്. അപ്പോ വാട്ടേജ് കൂടുന്തോറും ഉപകരണം കൂടുതൽ എനർജി പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കും. ദാ ഈ ടേബിൾ ഒന്ന് നോക്കിയേ. ഒരു LED ബൾബ് കത്താൻ വെറും 9 വാട്ട് പവർ മതി. അതേസമയം ഒരു പ്രൊജക്ടർ ഓൺ ചെയ്യുമ്പോൾ അത് 100 വാട്ട് എടുക്കും. അതായത് 10ൽ കൂടുതൽ LED ബൾബുകൾ ഒരുമിച്ച് കത്തിക്കുന്നതിന് തുല്യം. അപ്പൊ മനസ്സിലായില്ലേ, ചില സാധനങ്ങൾ ഓൺ ചെയ്യുമ്പോൾ കറണ്ട് ബിൽ റോക്കറ്റ് പോലെ കയറുന്നത് എന്തുകൊണ്ടാണെന്ന്? അപ്പം പവർ വാട്ടിലാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ കറന്റ് ബിൽ അടയ്ക്കുന്നത് യൂണിറ്റ് കണക്കിലാണല്ലോ. അപ്പൊ എന്താണ് ഈ പറയുന്ന ഒരു യൂണിറ്റ്? അതിന്റെ ഉത്തരമാണ് കിലോ വാറ്റ് അവർ അഥവാ kWh. ഇതാണ് നമ്മൾ പറയുന്ന യൂണിറ്റ്. ഒരു ഉദാഹരണം പറയാം. ഏകദേശം 1000 വാട്ടുള്ള ഒരു അയൺ ബോക്സ് നമ്മൾ 1 മണിക്കൂർ തുടർച്ചയായി ഉപയോഗിച്ചാൽ അത് 1 യൂണിറ്റ് കറണ്ടാകും. അത്രയുള്ള സംഭവം. അപ്പോൾ ബില്ല് വരുന്നത് 2 കാര്യങ്ങൾ നോക്കിയാണ്: എത്ര പവറുള്ള ഉപകരണം, എത്ര നേരം ഉപയോഗിച്ചു.
ഒരു യൂണിറ്റ് കറണ്ടെന്ന് നമ്മൾ സിംപിളായി പറയുന്നുണ്ടെങ്കിലും അതിൽ എത്രത്തോളം എനർജി ഉണ്ടെന്നറിയാമോ? 36 ലക്ഷം ജൂൾ. എനർജിയുടെ ഏറ്റവും ബേസിക് യൂണിറ്റാണ് ജൂൾ. ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മുടെ ബില്ലൊക്കെ ഈ ജൂളിലായിരുന്നു വരുന്നതെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ബില്ല് കാണേണ്ടി വന്നേനെ. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് നമ്മൾ സിംപിളായി kWh എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നത്. എന്നാൽ പിന്നെ നിങ്ങളുടെ വീട്ടിലൊരു ഉപകരണം എത്ര കറണ്ട് എടുക്കുന്നുണ്ടെന്ന് സ്വയം ഒന്ന് കണക്കാക്കി നോക്കിയാലോ? വളരെ എളുപ്പമാണ്. ദാ ഈ 4 സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ആദ്യം ആ ഉപകരണത്തിന്റെ വാട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ അത് എത്ര മണിക്കൂർ ഉപയോഗിച്ചു എന്ന് നോക്കുക. ഈ 2 നമ്പറും കൂടി ഗുണിക്കുക. കിട്ടുന്ന ഉത്തരത്തിനെ 1000 കൊണ്ട് ഹരിക്കുക. കഴിഞ്ഞു. നിങ്ങളുടെ ഫാൻ ഒരു ദിവസം എത്ര യൂണിറ്റ് എടുക്കുന്നുണ്ടെന്ന് ഇന്ന് തന്നെ ഒന്ന് കണ്ടുപിടിച്ചു നോക്കണേ. അപ്പോ കറന്റ് ബില്ലില് പൈസ ലാഭിക്കുന്നതൊരു കാര്യം ശരിയാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിക്കും നമ്മുടെ ഭൂമിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മുടെ ആ ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെന്ന് തോന്നാം, അല്ലേ? പക്ഷേ ഒരു കാര്യം ഓർക്കണം. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഒരു സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു LED ബൾബിലേക്ക് മാറുമ്പോൾ അത് ഭയങ്കരമായൊരു ഊർജ്ജ സംരക്ഷണമായി മാറും. അപ്പം നമ്മുടെയൊക്കെ ചെറിയ ചെറിയ ശീലങ്ങൾക്ക് ഒരുമിച്ച് ചേരുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിക്ക് പിന്നിലും ഒരു നിഴലുണ്ട്. ആ നിഴലിന്റെ പേരാണ് കാർബൺ ഫുട്പ്രിന്റ്. നമ്മൾ കൂടുതൽ എനർജി ഉപയോഗിക്കും തോറും ആ നിഴലിന്റെ വലുപ്പം കൂടും. അത് നമ്മുടെ ഭൂമിയുടെ ചൂട് കൂട്ടും. ഇതൊരു വെറും കണക്കല്ല സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വാർണിംഗ് ആണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ഒരു ചെറിയ സ്വിച്ചിൽ നിന്നാണ്, അവസാനിപ്പിക്കുന്നത് ഒരു വലിയ തീരുമാനത്തിലാണ്. നിങ്ങളുടെ കാർബൺ ഫുട്പ്രിന്റ്, ആ നിഴൽ ഒന്ന് ചെറുതാക്കാൻ വേണ്ടി നിങ്ങളെന്നും എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത്? ഒരു ചെറിയ മാറ്റം മതി ഒന്ന് തുടങ്ങാൻ. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക, പ്രവർത്തിക്കുക. നന്ദി.